ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 2025 കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മൾ ജനുവരി തൊട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എടുത്തിട്ടുണ്ട്. കുറേ മിസ്സായിട്ടുണ്ടാവും, കുറേ കൂടി ചേർന്നിട്ടുണ്ടാവും. ഇതിന് മുമ്പ് നിങ്ങൾ കേട്ടതായിരിക്കാം, പക്ഷെ കേട്ടതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കണം എന്നില്ല. നമ്മൾ കറണ്ട് അഫയേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ജനുവരി മുതലുള്ളത് ഓർത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് 2025 എല്ലാം ഓർത്തിരിക്കാൻ പറ്റുള്ളൂ. നമ്മൾ അങ്ങനെ കണ്ട് പോയാൽ കുറേയൊക്കെ നമ്മുടെ മൈൻഡിൽ നിൽക്കും, കുറേയൊക്കെ മറന്നു പോകും. അപ്പോൾ അതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാവാം എന്ന നിലയിലാണ് ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുമായി വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ആദ്യ സ്കിൻ ബാങ്ക് നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വന്നത്. 2025 ജൂലൈ 15 ഇത് പ്രവർത്തനം ആരംഭിച്ചത്. എപ്പോഴാണ്? 2025 ജൂലൈ 15 ഇത് പ്രവർത്തനം ആരംഭിച്ചത്. ഈ ജൂലൈ 15 ഒരു പ്രത്യേകതകളുണ്ട്. എന്നാണെന്ന് ചോദിച്ചാൽ ലോക പ്ലാസ്റ്റിക് സർജറി ദിനമാണ് ഈ ജൂലൈ 15. അതുകൊണ്ടാണ് അന്നേ ദിവസം തന്നെ നമ്മൾ ഇന്ത്യയിലെ ആദ്യ സ്കിൻ ബാങ്കായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സ്കിൻ ബാങ്ക് നിലവിൽ വന്നതും. അപ്പോൾ 2025 ജൂലൈ 15 ലോക പ്ലാസ്റ്റിക് സർജറി ദിനമാണ് ജൂലൈ 15 എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി വിമാനത്താവളങ്ങളിൽ സൗജന്യ വൈഫൈ അവതരിപ്പിച്ചത് ആരാണ് ചോദിച്ചാൽ എയർ ഇന്ത്യയാണ്. ഇന്ത്യയിൽ ആദ്യമായി വിമാനത്താവളങ്ങളിൽ സൗജന്യ വൈഫൈ അവതരിപ്പിച്ചത് എയർ ഇന്ത്യയാണ്. സൂര്യനുമായി 61 ലക്ഷം കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ അടുത്തെത്തിയ നാസയുടെ ബഹിരാകാശ പേടകം ഏതാണ്? പാർക്കർ സോളാർ പ്രോബാണ്. സൂര്യനുമായി 61 ലക്ഷം കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ അടുത്തെത്തിയ നാസയുടെ ബഹിരാകാശ പേടകമാണ് പാർക്കർ സോളാർ പ്രോബ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ശേഷിയുള്ള യുദ്ധക്കപ്പൽ ഏതാണ്? INS സൂറത്താണ്. ഇന്ത്യയുടെ ആദ്യത്തെ AI ശേഷിയുള്ള യുദ്ധക്കപ്പലാണ് INS സൂറത്ത് എന്ന് പറയുന്നത്. ജനുവരി 1 അന്തരിച്ച സസ്യശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ KS മണിലാലാണ് ജനുവരി 1 അന്തരിച്ച സസ്യശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത്. ജനുവരി 2 അന്തരിച്ച ബംഗാളി ചലച്ചിത്ര സംവിധായകനാണ് അരുൺ റോയ് എന്നത്. ബംഗാളി ചലച്ചിത്ര സംവിധായകനാണ് അരുൺ റോയ് എന്നത്. 2025 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഏതാണ്? ന്യൂഡൽഹിയാണ് 2025 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എന്ന് പറയുന്നത്. കേരള കലാമണ്ഡലത്തിൽ നൃത്ത അധ്യാപകനായി നിയമനം ലഭിച്ച ആദ്യ മലയാളി നർത്തകൻ ആരാണ്? RLV രാമകൃഷ്ണനാണ്. കേരള കലാമണ്ഡലത്തിൽ നൃത്ത അധ്യാപകനായി നിയമനം ലഭിച്ച ആദ്യ മലയാളിയാണ് RLV രാമകൃഷ്ണൻ എന്ന് പറയുന്നത്. ട്രാൻസ്ജെൻഡർ സംവരണം 6 മാസത്തിനകം നടപ്പിലാക്കണമെന്ന് ഉത്തരവിട്ട ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. ട്രാൻസ്ജെൻഡർ സംവരണം 6 മാസത്തിനകം നടപ്പിലാക്കണമെന്ന് ഉത്തരവിട്ട ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. അമേരിക്കയിലെ കാലിഫോർണിയയിൽ പടർന്ന കാട്ടുതീയുടെ തീവ്രത വർദ്ധിപ്പിച്ച കാറ്റാണ് സാന്റ അന്ന എന്ന് പറയുന്നത്. അമേരിക്കയിലെ കാലിഫോർണിയയിൽ പടർന്ന കാട്ടുതീയുടെ തീവ്രത വർദ്ധിപ്പിച്ച കാറ്റാണ് സാന്റ അന്ന. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരത്തിൻ്റെ വേഗതയേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് നേടിയത് ആരാണ്? സ്മൃതി മന്ദാനയാണ്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരത്തിൽ വേഗതയേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് നേടിയത് സ്മൃതി മന്ദാനയാണ്. സ്പേസ് ഡോക്കിംഗ് സാങ്കേതികവിദ്യ സ്വന്തമാക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ രാജ്യമാണ്. അമേരിക്ക, റഷ്യ, ചൈന, ഇന്ത്യ എന്നതാണ് സ്പേസ് ഡോക്കിംഗ് സ്വന്തമാക്കിയ രാജ്യങ്ങളുടെ പട്ടിക എന്ന് പറയുന്നത്. ആദ്യം അമേരിക്ക, പിന്നെ റഷ്യ, പിന്നെ ചൈന, 4ാമതാണ് നമ്മുടെ ഇന്ത്യ. 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? K അരവിന്ദാക്ഷനാണ്. ഗോബ എന്ന നോവലിനാണ് കേട്ടോ. ഗോബ എന്ന നോവലിനാണ് K അരവിന്ദാക്ഷന് 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഏതാണ്? ഹിമാലയൻ മോണാലാണ്. ദേശീയ ഗെയിംസിൻ്റെ 38ാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നമാണ് ഹിമാലയൻ മോണാൽ എന്ന് പറയുന്നത്. ഇത് ഉത്തരാഖണ്ഡിൻ്റെ സംസ്ഥാന പക്ഷിയാണ്. വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിപണിയിൽ എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വകുപ്പ് നടത്തിവരുന്ന പരിശോധന ഏതാണ്? ഓപ്പറേഷൻ സൗന്ദര്യയാണ്. വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിപണിയിൽ എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ ബോർഡ് നടത്തിവരുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ സൗന്ദര്യ. ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. വേൾഡ് ഗവൺമെൻറ് ഉച്ചകോടിക്ക് വേദിയായത് 2025 വേൾഡ് ഗവൺമെൻറ് ഉച്ചകോടിക്ക് വേദി ദുബായ് ആണ്. ബാംഗ്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ച ഗൂഗിളിൻ്റെ 4ാമത്തെ പ്രവർത്തന സമുച്ചയത്തിന് നൽകിയ പേരാണ് അനന്ത.
മൈക്രോസ്കോപ്പ് അവതരിപ്പിച്ച പുതിയ ക്വാണ്ടം ചിപ്പ് മജോറാന 1 ആണ്. മജോറാന 1. ഭൂകമ്പം ഉണ്ടായ മ്യാൻമറിൽ സഹായം എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായി പ്രാദേശിക സർക്കാരുകളുടെ എല്ലാ സേവനവും ഓൺലൈൻ നൽകുന്ന പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ആ പദ്ധതിയുടെ പേരാണ് K-സ്മാർട്ട് എന്ന് പറയുന്നത്. ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. വേൾഡ് ഗവൺമെൻറ് ഉച്ചകോടി 2025 വേദി എന്ന് പറയുന്നത് ദുബായ് ആണ്. ബാംഗ്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ച ഗൂഗിളിൻ്റെ 4ാമത്തെ പ്രവർത്തന സമുച്ചയത്തിന് നൽകിയ പേരാണ് അനന്ത. മൈക്രോസ്കോപ്പ് അവതരിപ്പിച്ച പുതിയ ക്വാണ്ടം ചിപ്പാണ് മജോറാന 1. ഭൂകമ്പമുണ്ടായ മ്യാൻമറിൽ സഹായം എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. രാജ്യത്ത് ആദ്യമായി പ്രാദേശിക സർക്കാരുകളുടെ എല്ലാ സേവനവും ഓൺലൈനിൽ നൽകുന്ന പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ്. പദ്ധതി K-സ്മാർട്ട് ആണ്. പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ മിസ്റ്റേക്കുകൾ വരാറുണ്ട്, അപ്പോൾ നിങ്ങൾ കേട്ട് പഠിക്കാൻ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ലോകസഭയും രാജ്യസഭയും പാസാക്കിയ വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 2025 ഏപ്രിൽ 8 ലോകസഭയും രാജ്യസഭയും പാസാക്കിയ വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നത് 2025 ഏപ്രിൽ 8 2025 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി എവിടെയായിരുന്നു? ഇന്ത്യയിലായിരുന്നു 2025 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി. സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ കണ്ണപുരമാണ്. സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ കണ്ണപുരം. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഗജസിംഹയാണ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഗജസിംഹ. ഭൗമദിനത്തിൻ്റെ പ്രമേയം 2025 ഭൗമദിനത്തിൻ്റെ പ്രമേയം എന്താണ്? നമ്മുടെ ഊർജം നമ്മുടെ ഭൂമി എന്നാണ്. നമ്മുടെ ഊർജം നമ്മുടെ ഭൂമി. ഭൗമദിനം എന്നാണ്? ഏപ്രിൽ 22 മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് 2025 മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ കാഴ്ചാ പരിമിതിയുള്ള ഇന്ത്യൻ വനിത എന്ന നേട്ടം സ്വന്തമാക്കിയത് ചോൻസിംഗ് ആങ്മോയാണ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ കാഴ്ചാ പരിമിതിയുള്ള ഇന്ത്യൻ വനിതയാണ് ചോങ്സിംഗ് ആങ്മോ എന്ന് പറയുന്നത്. 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെ പൊരുതുക. ജൂൺ 5 പരിസ്ഥിതി ദിനം. ലോക പരിസ്ഥിതി ദിനം 2025 പ്രമേയം പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെ പൊരുതുക. 2025 ലോക സുന്ദരി ആരായിരുന്നു? തായ്ലാൻഡ് സ്വദേശിയായ ഒപ്പാൽ സുജാത ചുങ്ശ്രീ ആണ് 2025 ലോക സുന്ദരി. അടുത്തിടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? അമേരിക്കയാണ്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഔദ്യോഗിക ചിഹ്നം ഏതാണ്? വിരാജ് എന്ന ആനയാണ്. വിരാജ് എന്ന ആനയാണ് ന്യൂഡൽഹിയിൽ നടക്കുന്ന ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഔദ്യോഗിക ചിഹ്നം. എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യത്തെ CISF വനിത ആരാണ്? ഗീതാ സ്മോത്താണ്. ഗീതാ സമോത്ത. എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യത്തെ CISF വനിത ഗീതാ സമോത്തയാണ്. ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനം ഏതാണ്? മിസോറാമാണ്. ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനമാണ് മിസോറാം എന്ന് പറയുന്നത്. ഈ ഉല്ലാസ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി എന്നാണ് ഉല്ലാസിൻ്റെ അർത്ഥം. സംസ്ഥാന പോലീസ് മേധാവി ആരാണ്? നമ്മുടെ കേരളത്തിലെ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറാണ്. കുഞ്ഞുങ്ങളിലെ മലേറിയ രോഗത്തിനെതിരെ ആദ്യമായി വികസിപ്പിച്ചെടുത്ത മരുന്നിനാണ് ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകിയത്. ഏത് മരുന്നിനാണ്? കുഞ്ഞുങ്ങളിലെ മലേറിയ രോഗത്തിനെതിരായി ആദ്യമായി വികസിപ്പിച്ചെടുത്ത ഏത് മരുന്നിനാണ് ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകിയത്? കോർട്ടം ബേബിയാണ്. കോർട്ടം ബേബിക്കാണ്. ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവറിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി മാനേജിംഗ് ഡയറക്ടറും CEO ആയി നിയമിക്കപ്പെട്ട വനിത പ്രിയ നായരാണ്. ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവറിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി മാനേജിംഗ് ഡയറക്ടറും CEO നിയമിക്കപ്പെട്ട വനിതയാണ് പ്രിയ നായർ. ഫിഡെയുടെ 2025 ചെസ് പുരുഷ ലോകകപ്പ് വേദി ഏതായിരുന്നു? ഇന്ത്യ. ഫിഡെയുടെ 2025 ചെസ് പുരുഷ ലോകകപ്പ് വേദി ഇന്ത്യ. 16ാമത് JC ഡാനിയൽ പുരസ്കാരം നേടിയ ചലച്ചിത്രം ഏതാണ്? ഫെമിനിച്ചി ഫാത്തിമ. 16ാമത് JC ഡാനിയൽ പുരസ്കാരം നേടിയ ചലച്ചിത്രമാണ് ഫെമിനിച്ചി ഫാത്തിമ. ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പുതിയ പരിശീലകൻ ആരാണ്? ഖാലിദ് ജമീലാണ്.
ലോക്സഭയിൽ ആദായ നികുതി ഭേദഗതി ബിൽ അവതരിപ്പിച്ചത് ആരാണ്? നിർമ്മല സീതാരാമൻ. ലോക നാട്ടറിവ് ദിനം ഓഗസ്റ്റ് 22. ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് വിടവാങ്ങുന്ന റഷ്യൻ നിർമ്മിത മിഗ് വിമാനങ്ങൾക്ക് പകരം സ്ഥാനം ഏറ്റെടുക്കുന്ന ഇന്ത്യയുടെ തദ്ദേശീയ വിമാനമാണ് തേജസ്. ഇത്തവണ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഒന്നാമതെത്തിയത് ആരായിരുന്നു? കൈനകരി വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വിയപുരം ചുണ്ടനാണ്. 2025 ആഗോള ഇസ്ലാമിക ഉച്ചകോടിക്ക് വേദിയായ നഗരം ബ്രസീലാണ്. ഗാസയിൽ പട്ടിണി മൂലം കൊല്ലപ്പെട്ട പലസ്തീൻ കവിയാണ് ഉമ്മർ ഹർബ് എന്ന് പറയുന്നത്. സെപ്റ്റംബറിൽ പാകിസ്ഥാനുമായി ഉഭയകക്ഷി പ്രതിരോധ സഹകരണ കരാറിൽ ഒപ്പുവെച്ച രാജ്യം സൗദി അറേബ്യ. ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ലോക തേക്ക് കോൺഫറൻസിന്റെ വേദിയായ നഗരമാണ് കൊച്ചി. ഏഷ്യ കപ്പ് വനിതാ ഹോക്കിയുടെ ജേതാക്കളായത് ചൈനയാണ്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിർണയ സമിതിയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് പ്രകാശ് രാജ്. 38ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി കൊച്ചി. 2026 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഡൽഹി. ആന്ധ്രാപ്രദേശും ബീഹാറിനും ശേഷം ജാതി സെൻസസ് പ്രഖ്യാപിച്ച 3ാമത്തെ സംസ്ഥാനമാണ് തെലങ്കാന. ജൻസി പ്രക്ഷോഭത്തെ തുടർന്ന് ഏത് രാജ്യത്തെ പ്രസിഡന്റിനാണ് ഇംപീച്ച്മെന്റ് ചെയ്തത്? മഡഗാസ്കറിലെ പ്രസിഡന്റിനെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ്. 2025 ജൂലൈ 15 പ്രവർത്തനം ആരംഭിച്ചത്. ഈ ജൂലൈ 15 ലോക പ്ലാസ്റ്റിക് സർജറി ദിനം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യമായി വിമാനത്താവളങ്ങളിൽ സൗജന്യ വൈഫൈ അവതരിപ്പിച്ചത് എയർ ഇന്ത്യയാണ്. സൂര്യനുമായി 61 ലക്ഷം കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ അടുത്തെത്തിയ നാസയുടെ ബഹിരാകാശ പേടകമാണ് പാർക്കൻ സോളാർ പ്രോബ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ AI ശേഷിയുള്ള യുദ്ധക്കപ്പലാണ് INS സൂറത്ത് എന്ന് പറയുന്നത്. ഇന്ത്യൻ റിസർച്ച് ഓർഗനൈസേഷന്റെ സ്പേസ് ഡെക്സ് എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബഹിരാകാശത്തെ 2 ഉപഗ്രഹങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുകയും ഘടിപ്പിക്കുകയും ചെയ്യുന്ന സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജനുവരി 1 അന്തരിച്ച സസ്യശാസ്ത്രജ്ഞനാണ് ഡോക്ടർ KS മണിലാൽ. ജനുവരി 2 ബംഗാളി ചലച്ചിത്ര സംവിധായകൻ അരുൺ റോയ് അന്തരിച്ചു. 2025 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ന്യൂഡൽഹിയാണ്. കേരള കലാമണ്ഡലത്തിൽ നൃത്ത അധ്യാപകനായി നിയമനം ലഭിച്ച ആദ്യ മലയാളി നർത്തകനാണ് RLV രാമകൃഷ്ണൻ. ട്രാൻസ്ജെൻഡർ സംവരണം 6 മാസത്തിനകം നടപ്പിലാക്കണമെന്ന് ഉത്തരവിട്ട ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. അമേരിക്കയിലെ കാലിഫോർണിയയിൽ പടർന്ന കാട്ടുതീയുടെ തീവ്രത വർദ്ധിപ്പിച്ച കാറ്റാണ് സാന്റ അന്ന. ഇന്ത്യയിൽ വനിതാ ക്രിക്കറ്റ് താരത്തിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി എന്ന റെക്കോർഡ് നേടിയത് സ്മൃതി മന്ദാനയാണ്. സ്പേസ് ഡോക്കിംഗ് സാങ്കേതികവിദ്യ സ്വന്തമാക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ രാജ്യമാണ്. ആദ്യത്തേത് അമേരിക്ക, പിന്നെ റഷ്യ, പിന്നെ ചൈന, പിന്നെ ഇന്ത്യ. 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് K അരവിന്ദാക്ഷനാണ്. ഗോബ എന്ന നോവലിനാണ്. 38ാം ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഹിമാലയം മോണാലാണ്. അത് ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന പക്ഷിയാണ്. വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിപണിയിൽ എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായി സംസ്ഥാന ഡ്രഗ് കൺട്രോൾ ബോർഡിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ സൗന്ദര്യ. ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. വേൾഡ് ഗവൺമെന്റ് ഉച്ചകോടി 2025 വേദി ദുബായ് ആണ്. ബാംഗ്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ച ഗൂഗിളിന്റെ 4ാമത്തെ പ്രവർത്തന സമുച്ചയത്തിന് നൽകിയ പേരാണ് അനന്ത. മൈക്രോസ്കോപ്പ് അവതരിപ്പിച്ച പുതിയ ക്വാണ്ടം ചിപ്പാണ് മജോറാന 1. ഭൂകമ്പമുണ്ടായ മ്യാൻമറിൽ സഹായം എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഓപ്പറേഷൻ ബ്രഹ്മ. രാജ്യത്താദ്യമായി പ്രാദേശിക സർക്കാരുകളുടെ എല്ലാ സേവനവും ഓൺലൈനിൽ നൽകുന്ന പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ്. പദ്ധതി K-സ്മാർട്ട് ആണ്. ലോക്സഭയും രാജ്യസഭയും പാസാക്കിയ വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നത് 2025 ഏപ്രിൽ 8 2025 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി ഇന്ത്യയാണ്. സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ കണ്ണപുരം. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഗജസിംഹ. ഭൗമദിനത്തിന്റെ പ്രമേയം 2025 ഭൗമദിനത്തിന്റെ പ്രമേയം നമ്മുടെ ഊർജം നമ്മുടെ ഭൂമി. ഭൗമദിനം ഏപ്രിൽ 22. മാധവിക്കുട്ടി പുരസ്കാരം 2025 ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ കാഴ്ച പരിമിതിയുള്ള ഇന്ത്യൻ വനിത എന്ന നേട്ടം സ്വന്തമാക്കിയത് ചോങ്സിങ് ആങ്മോക്ക് ആണ്. 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെ പൊരുതുക എന്നതാണ്. ജൂൺ 5 പരിസ്ഥിതി ദിനം. 2025 ലോക സുന്ദരി തായ്ലൻഡ് സ്വദേശിയായ ഒപ്പാൽ സുജാത ചുങ്ശ്രീയാണ്.
അടുത്തിടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയ രാജ്യമാണ് US. ന്യൂഡൽഹിയിൽ നടക്കുന്ന ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം വിരാജ് എന്ന ആനയാണ്. എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യത്തെ CISF വനിത ഗീത സമോത്തയാണ്. ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനം മിസോറാമാണ്. ഉല്ലാസ് എന്നത് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി എന്നതാണ്. നമ്മുടെ കേരള സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയാണ് റവാഡ ചന്ദ്രശേഖർ. കുഞ്ഞുങ്ങളിലെ മലേറിയ രോഗത്തിനെതിരെ ആദ്യമായി വികസിപ്പിച്ചെടുത്ത ഒരു മരുന്നിന് ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകി. ആ മരുന്നാണ് കോർട്ടം ബേബി. ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ചരിത്രത്തിൽ ആദ്യമായി മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായി നിയമിക്കപ്പെട്ട വനിതയാണ് പ്രിയ നായർ. ഫിഡെയുടെ 2025 ചെസ് പുരുഷ ലോകകപ്പ് വേദി ഇന്ത്യയാണ്. 16ാമത് JC ഡാനിയൽ പുരസ്കാരം നേടിയ ചലച്ചിത്രം ഫെമിനിച്ചി ഫാത്തിമയാണ്. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പുതിയ പരിശീലകൻ ഖാലിദ് ജമീലാണ്. ലോക്സഭയിൽ ആദായ നികുതി ഭേദഗതി ബിൽ അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ്. ലോക നാട്ടറിവ് ദിനം ഓഗസ്റ്റ് 22 ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് വിടവാങ്ങുന്ന റഷ്യൻ നിർമ്മിത മിഗ് വിമാനങ്ങൾക്ക് പകരം സ്ഥാനം ഏറ്റെടുക്കുന്ന ഇന്ത്യയുടെ തദ്ദേശീയ വിമാനമാണ് തേജസ്. ഇത്തവണത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഒന്നാമത് എത്തിയത് കൈനകരി വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വിയപുരം ചുണ്ടനാണ്. 2025 ആഗോള ഇസ്ലാമിക ഉച്ചകോടിക്ക് വേദിയായ നഗരം ബ്രസീലാണ്. ഗാസയിൽ പട്ടിണി മൂലം കൊല്ലപ്പെട്ട പലസ്തീൻ കവിയാണ് ഉമ്മർ ഹർബ്. സെപ്റ്റംബറിൽ പാകിസ്ഥാനുമായി ഉഭയകക്ഷി പ്രതിരോധ സഹകരണ കരാറിൽ ഒപ്പുവെച്ച രാജ്യം സൗദി അറേബ്യയാണ്. ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിച്ച ലോക തേക്ക് കോൺഫറൻസിന് വേദിയായ നഗരം കൊച്ചി. ഏഷ്യ കപ്പ് വനിതാ ഹോക്കിയിൽ ജേതാക്കളായത് ചൈന. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിർണയ സമിതിയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് പ്രകാശ് രാജ്. 38ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി കൊച്ചി. 2026 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്ന ഡൽഹി. ആന്ധ്രാപ്രദേശും ബീഹാറിലും ശേഷം ജാതി സെൻസസ് പ്രഖ്യാപിച്ച 3ാമത്തെ സംസ്ഥാനമാണ് തെലങ്കാന. ജൻസി പ്രക്ഷോഭത്തെ തുടർന്ന് ഏത് രാജ്യത്തെ പ്രസിഡന്റിനെയാണ് ഇംപീച്ച്മെന്റ് ചെയ്തത്? മഡഗാസ്കർ. 2024 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് വീരമണിദാസിനാണ്. 2025 18ാം പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദി ഭുവനേശ്വറാണ്. പോലീസുകാരുടെ അപ്രൈസൽ ഫോമിൽ ജാതിയും സമുദായവും രേഖപ്പെടുത്തുന്ന കോളം ഒഴിവാക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. അമേരിക്കയുമായുള്ള വ്യാപാര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഏത് യുദ്ധവിമാനം വാങ്ങുന്നതിൽ നിന്നാണ് ഇന്ത്യ പിന്മാറിയത്? F-35 ആണ്. ലോക നീന്തൽ ചാമ്പ്യൻഷിപ്പിലെ പ്രായം കുറഞ്ഞ മെഡൽ ജേതാവായ 12-കാരിയാണ് യുസിദി. ഏത് രാജ്യത്തു നിന്നുള്ള ആളാണ്? ചൈനയിൽ നിന്നുള്ള ആളാണ്. മേഘവിസ്ഫോടനത്തെ തുടർന്ന് ഒലിച്ചുപോയ ഉത്തരാഖണ്ഡിലെ ഗ്രാമമാണ് ധരാലി. ബാങ്കുകൾക്ക് RBI നൽകുന്ന വായ്പയുടെ പലിശയായ റിപ്പോ നിരക്ക് എത്ര ശതമാനത്തിൽ തുടരാനാണ് പണനയ സമിതി തീരുമാനിച്ചത്? 5.5% തുടരാനാണ്. ഇനി നമുക്ക് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നോക്കാം. ചലച്ചിത്ര അവാർഡ് 2025 മികച്ച ഛായാഗ്രഹനുള്ള അവാർഡ് കിട്ടിയത് ഷൈജു ഖാലിദിനാണ്. മഞ്ഞുമൽ ബോയ്സിന് സ്വഭാവ നടൻ സൗബിൻ ഷാഹിർ. മഞ്ഞുമൽ ബോയ്സ് അതുപോലെ ബ്രഹ്മയുഗത്തിലെ സിദ്ധാർത്ഥും സ്വഭാവ നടനാണ്. അതുപോലെ സ്വഭാവ നടിക്കുള്ള അവാർഡ് ലഭിച്ചത് നടന്ന സംഭവം എന്ന മൂവിയിലെ ലിജോ മോൾ ജോസിനാണ്. മികച്ച കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിലെ മികച്ച തിരക്കഥാകൃത്ത് മഞ്ഞുമൽ ബോയ്സിലെ ചിദംബരമാണ്. അതുപോലെ ഗാനരചയിതാവ് വേടനാണ്. വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിക്കാണ് ഗാനരചയിതാവിനുള്ള അവാർഡ് ലഭിച്ചത്. ഗാനം കുതന്ത്രതന്ത്രം അതും പിന്നെ അതുപോലെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന മഞ്ഞുമൽ ബോയ്സിലെ ഗാനത്തിനുമാണ്. സംഗീത സംവിധായകൻ സുഷിൻ ശ്യാമാണ് ബോഗൻവില്ലയിലെ മൂവിയിലെ സോങ്ങിന്. അതുപോലെ സംഗീത സംവിധായകനും പശ്ചാത്തല സംഗീതത്തിനുള്ള അവാർഡ് കിട്ടിയത് ക്രിസ്റ്റോ സേവ്യർക്കാണ് ബ്രഹ്മയുഗത്തിലെ. 2025 ജപ്പാനിലെ ഇന്ത്യൻ അംബാസിഡർ നഗ്മ മുഹമ്മദ് മാലിക്കാണ്. ഓക്കെ, നമ്മുടെ ഇനി നീട്ടി വലിച്ചു പോകുന്നില്ല. കുറേയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഇനി ഒരുപാട് ഉൾപ്പെടുത്താനുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ ക്ലാസ്സുമായി വരുന്നത് വരെ ബൈ.